Okay, now we are going to learn chapter 10, which is mensuration. അപ്പം ഇതിൽ we will learn all about measurements like perimeter measure ചെയ്യും എന്നിട്ട് area find ചെയ്യും. അപ്പം measurements ഒക്കെ അറിയാന്ന് വെച്ചാൽ area find ചെയ്യാൻ പറ്റും. So first we are going to learn perimeter. Okay, area അതിന് ശേഷം. First we are going to learn perimeter. Perimeter നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. Perimeter. So when it is perimeter ആണെങ്കിൽ it is the length of the boundary of any closed figure. For example, ഇപ്പൊ നിങ്ങൾക്ക് ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ വാട്ട് എവർ ഷേപ്പ് ഏത് ഷേപ്പ് ആയാലും അതിന് ക്ലോസ്ഡ് ഫിഗർ എടുത്തേക്ക് എനി ക്ലോസ്ഡ് ഫിഗർ യു ടേക്ക് അതിൻ്റെ ചുറ്റളവല്ലേ ദ ബൗണ്ടറി ഓക്കെ ദ ലെങ്ത് ഓഫ് ദ ബൗണ്ടറി ഇസ് ദ പെരിമീറ്റർ. അതായത് ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത് if you start from this point and measure this length, this length, this length, all the length of all the sides. So ഇപ്പോൾ total length കിട്ടുമല്ലോ അതാണ് perimeter. So perimeter is the length of the boundary of the closed figure. Or you can say it as perimeter is the distance covered along the boundary. അപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ പ്ലോട്ട് അല്ലെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ പാർക്ക് എന്ന് തന്നെ വെച്ചേക്കും ആണെങ്കിൽ ദ ഡിസ്റ്റൻസ് കവേർഡ് അപ്പോൾ ആദ്യം ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് അലോങ് ദ ബൗണ്ടറി ഫോമിങ് എ ക്ലോസ് ഫിഗർ വെൻ യു ഗോ അറൌണ്ട് ദ ഫിഗർ വൺസ് അപ്പം അതിനെ ചുറ്റി ഒരു പ്രാവശ്യം പോവുകയാണെങ്കിൽ ആ ലെങ്ത് ഡിസ്റ്റൻസ് ആണ് പെരിമീറ്റർ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് 10 and 4 meter 10 meter അപ്പോൾ ഇപ്പോൾ പെരിമീറ്റർ എന്ത് വരും 10 പ്ലസ് 4 പ്ലസ് 10 പ്ലസ് 4 അല്ലേ. സോ ടോട്ടൽ ലെങ്ത് ആണ് 28. യാ 28. 28 is the perimeter here. But suppose this length is 3 meters and 3 meters, 7 meters and 6 meters and 6 meters and 4 meters. What is the perimeter of this closed figure? 21. Yeah, 4 plus 6 is 10 and 7 plus 3 is 23. 10. Yeah, 23. 23 meters is the perimeter. So this is how you measure the perimeter of any closed figure. Now I'll give another example and it is like, okay, wait a second. Okay, if all these lengths are 3 centimeters, 3 centimeter, 3 centimeter, 3 centimeter. 12 centimeters. Wait a second, let me finish it. 3 centimeter, 3 centimeter, and 24. illada finish idilla. Wait, 24. 1 centimeter. 24. Wait a second. Okay, എത്ര സൈഡ്സിന്റെ ലെന്ത് 3 ഇവിടെ എത്ര സൈഡ്സിന്റെ ലെന്ത് 20. yeah perimeter is equal to how many times you are getting 3 here 1 2 3 4 28. 28. yeah 28. The answer is 28 centimeter. That's the perimeter. So you have to add it up. Okay, so you have to add it up. Now the next question is okay, 100 centimeters, 90, 45 and 60 and 80. Okay, so what's the perimeter of this figure? You will add it like 100 plus 60 plus 80. So perimeter is equal to
$475. 400 is right. 400 and 465. 475. okay, you check it later. Okay, 495 centimeters. Okay, so you have to add it. That's all. That's the point behind it. And now, okay, if any figure is given, you will add and find. But for rectangle, square and all, we make a formula for that. അതിന് ശേഷം നമ്മളൊരു ഫോർമുല ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്ത് തന്നെ നമ്മൾ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യും. ഓക്കെ, ആഡ് ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ഫോർമുല ആണ് ഇനി നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ എന്ന് വെച്ചേക്ക്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ലെങ്ത് വന്നിട്ട് രണ്ട് സൈഡ് ലെങ്ത് ഇറ്റ് വിൽ ബി ഈക്വൽ ആൻഡ് ദ ബ്രെത്ത് വിൽ ബി ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ എ റെക്ടാങ്കിൾ. അപ്പൊ നിങ്ങൾ പെരിമീറ്റർ ഫൈൻ ചെയ്യുകയാണെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെത്ത് എന്നിട്ട് വീണ്ടും ഒരു ലെങ്ത്തും ഒരു ബ്രെത്തും ഉണ്ടല്ലേ, അപ്പൊ അതും കൂടെ ആഡ് ചെയ്യണം. ലെങ്ത് പ്ലസ് ബ്രെത്ത്. അപ്പം 2 ടൈംസ് ലെങ്ത് പ്ലസ് ബ്രെത്ത് വരണല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഫോർമുല ആയിട്ട് ഇങ്ങനെയാണ് തരുന്നത്, 2 ടൈംസ് ലെങ്ത് പ്ലസ് ബ്രെത്ത്. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെത്ത് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പം ഓരോരോ സൈഡും ആഡ് ചെയ്തിട്ടിരിക്കുന്നത് റെക്ടാംഗിൾ ആയ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഇസ് 2 into L plus B. You will use this formula wherever you get find a perimeter of a rectangle. അപ്പം നിങ്ങൾ അപ്പം തന്നെ ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യും. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ? 2 into L plus B അല്ലെങ്കിൽ 2 times L plus B. 2 times L plus B അല്ലെങ്കിൽ 2 into L plus B. Okay, 2 into L plus B. That's all. So you'll be using this formula. Okay, I'll give some examples like a rectangle of length 5 centimeter and breadth 3 centimeter. So what will be the perimeter? Okay, നിങ്ങൾക്ക് ആഡ് ചെയ്ത് പറയാൻ പറ്റും. 5 plus 5 10, 10 plus 3 plus 3 6, so it is 16. അപ്പൊ തന്നെ പറയാം. പക്ഷെ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നോട്ട് ആഡിങ്, നോട്ട് ജസ്റ്റ് ആഡിങ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഫോർമുല എന്തുവാ? perimeter is equal to 2 times L plus B. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 times Lന്റെ പ്ലേസിൽ ലെങ്ത് ഇസ് 5 റൈറ്റ്. അപ്പോൾ Lന്റെ പകരം 5 ഇട്ടേക്ക്. എന്നിട്ട് B ബ്രെത്ത് ഇസ് 3 സെന്റിമീറ്റർ. അപ്പോൾ അതിന് പകരം 3 ഇട്ടേക്ക്. സോ യു ഗെറ്റ് ബ്രാക്കറ്റ് ഓപ്പറേഷൻസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിന്റെ അകത്തുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 2 times 5 plus 3 is 8. 2 times 8 is 16 സെന്റിമീറ്റർ. അപ്പോൾ 16 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. നിങ്ങൾ വെറുതെ ആഡ് ചെയ്താലും സെയിം തന്നെ കിട്ടും. പക്ഷെ കീപ് ദിസ് ഇൻ മൈൻഡ് ആൻഡ് വി വിൽ ബി ഫോളോയിങ് ദിസ് വൺ. അപ്പോൾ ഒരു 2 എക്സാമ്പിൾ കൂടെ തരാമേ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ വിത്ത് ലെങ്ത് 10 സെന്റിമീറ്റർ ആൻഡ് ബ്രെത്ത് 4 സെന്റിമീറ്റർ? പെരിമീറ്റർ is equal to what? ഫോർമുല 14 ആണോ? ഇവിടെയും 10 ഇവിടെയും 4 വരുമല്ലോ. അത് എഴുതിയിട്ടില്ല. ഓക്കെ, പെരിമീറ്റർ എന്ന് വെച്ചാൽ മൊത്ത ചുറ്റളവാണ്. യു ഹാവ് ടു ഫൈൻഡ് ദിസ്. യാ, വെരി ഗുഡ്. ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ്. അപ്പം ഇത് 10 ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇത് 4 ആണ്. 28. യാ, 28. ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യും? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ഫോർമുല എന്തുവാ? 2 ടൈംസ് L plus B. റിപ്പീറ്റ്. 2 ടൈംസ് 10. L plus B. L plus B. Yeah, 2 times L in pagaram. What is the length? 10. 10 plus 4. And what is 10 plus 4? 14. 14. 14 to the multiply. 28. Yeah, multiply 28. ചെയ്ത് നോക്കി പറയണം. Okay, that's all. And I'll give you one more. Okay, I'll give it in words. Find the perimeter of a rectangle
You have only 1 minute of length. Okay, of length 7 centimeter and breadth 3 centimeter. So what perimeter formula എന്തുവാ? Perimeter is equal to 2 L plus times L plus B. About 2 times what is L and what is B?